ക്യാച്ച് പിടിക്കാതെ എങ്ങനെ മത്സരം വിജയിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഏറ്റവും റീസെന്റ് ആയിട്ട് ഇന്ത്യ എടുത്ത കപ്പിൽ ക്യാച്ചിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് സൂര്യകുമാർ യാദവ് നമുക്ക് വേണ്ടി കാണിച്ചു തന്നാണ്. ഒരുപാട് റീലുകൾ നമ്മൾ കണ്ടതുമാണ്. 10 ക്യാച്ചോളം ഡ്രോപ്പ് ചെയ്ത ആദ്യത്തെ ടെസ്റ്റ് സീരീസിന്റെ ആദ്യ മത്സരം തോറ്റു തുടങ്ങുമ്പോൾ അതൊരു വലിയ കാരണം തന്നെയായിരുന്നു. 148 വർഷത്തെ ടെസ്റ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 5 സെഞ്ചുറികൾ നേടുന്ന ഒരു ടീം തോൽക്കുന്നത് എന്ന വലിയൊരു നാണക്കേട് ഇന്ത്യയെ തേടിയെത്തുന്നു. ആദ്യ ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ വിചാരിച്ചത് വളരെ ഈസിയായ ഒരു മത്സരം വിജയിക്കുകയോ അല്ലെങ്കിൽ സമനിലയോ ആണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതിലെല്ലാം വിപരീതമായിട്ട് ഇന്ത്യ തോറ്റു. ക്യാച്ചുകൾ വലിയ റീസൺ ആയിരുന്നെങ്കിൽ രണ്ടാമത്തെ റീസണായി പറയാൻ പറ്റുന്നത് തീർച്ചയായും ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ബുംറയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആരുണ്ട് ഇന്ത്യയുടെ ഭാവി ബോളറായിട്ടുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ബാറ്റേഴ്സിനൊപ്പം പേസ് ബോളേഴ്സ് എല്ലാവരും തന്നെ സെഞ്ചുറി തീർക്കുകയായിരുന്നു. IPL-ലും ടെസ്റ്റ് ക്രിക്കറ്റുമായി യാതൊരു ബന്ധമില്ലാതെ വീണ്ടും ഊട്ടിയുറപ്പിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. സായി സുദർശനും അതോടൊപ്പം പ്രസിദ്ധ് കൃഷ്ണയും രണ്ടുപേർക്കും തന്നെ ഒരു രീതിയിലും ഈ ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ അവരുടെ സാന്നിധ്യം അറിയിക്കാൻ പറ്റിയിട്ടില്ല. മറ്റൊരു റീസണാണ് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് പ്ലേയേഴ്സായ കരുൺ നായരും അഗെയിൻ സായി സുദർശനും ഇതിനകത്തേക്ക് എത്തുന്നത്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിന്റെ ആനുകൂല്യം കൊണ്ട് ടീമിലെടുത്തവർ ഫോറിൻ പിച്ചുകളിലേക്ക് പോകുമ്പോൾ എത്രത്തോളം ദുർഘടമായിട്ടാണ് മീറ്റ് ചെയ്യപ്പെടുന്നതെന്ന് വലിയൊരു റീസൺ കാണിച്ചു വരുന്നു. ഇനി മറ്റൊരു റീസണിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതൊരു ടീമിനും വലിയൊരു ബാക്കപ്പായി നിൽക്കുന്നതാണ് വാലറ്റം. ഈ വാലറ്റത്തെ പ്ലേയേഴ്സിന്റെ ഭാഗത്തൊന്നും തീർച്ചയായിട്ടും ഒരു രീതിയിലുള്ള സംഭാവന ഇല്ലാത്തത് വലിയൊരു മിസ്റ്റേക്ക് തന്നെയായിരുന്നു. ഫസ്റ്റ് ഇന്നിംഗ്സിന്റെ സ്കോർ തീർച്ചയായിട്ടും ഒരു 600-ന് മുകളിലേക്ക് പോകാനുള്ള സകല സാധ്യതയും പ്രഡിക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അതിനകത്തേക്ക് എത്താതെ പോയി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അതിലാണ് ഈ വാലറ്റത്തിന്റെ പ്രകടനം അവിടെ വളരെ വ്യക്തമായി കാണുന്നത്. അടുത്തൊരു മാച്ചിലേക്ക് പോകുമ്പോൾ, സെക്കൻഡ് ടെസ്റ്റിലേക്ക് പോകുമ്പോൾ ഒരുപാട് അഴിച്ചുപണികൾ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വേണ്ടി വരും. എസ്പെഷ്യലി ജഡേജയ്ക്ക് കൂട്ടായി ആരുണ്ട് എന്നുള്ളതും വലിയൊരു ചോദ്യചിഹ്നമായി ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അവശേഷിക്കുമ്പോൾ ഒരുപാട് അഴിച്ചുപണികൾ വേണ്ടിവരും. എന്തൊക്കെ പറഞ്ഞാലും പുതിയൊരു സ്ട്രക്ചറായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വെല്ലുവിളികളുണ്ട്. ഇനി അവസാനമായിട്ട് ഒരൊറ്റ വാക്ക്, അവസാന ദിനത്തിലെ ടാർഗറ്റിലോട്ട് ഇംഗ്ലണ്ട് പോകുമ്പോൾ അവരെക്കെതിരെ ഒരു പ്രഷർ സിറ്റുവേഷൻ ഉണ്ടാക്കാൻ ടീം ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല. അവിടെയാണ് വിരാട് കോഹ്ലിയുടെ എല്ലാം വലിയൊരു അഗ്രഷൻ ടീമിനെ മിസ് ചെയ്യുന്നത്. ഇത് നോക്കി കാണാം അടുത്ത ടെസ്റ്റിൽ എന്ത് ചേഞ്ചോട് കൂടിയായിരിക്കും ഇന്ത്യ വരിക, വിജയിക്കുമോ എന്നുള്ളത്. വിജയിക്കണം തന്നെയാണ് ആഗ്രഹം, കാത്തിരിക്കാം.